പ്രാർത്ഥന അല്ലെങ്കിൽ അനാഫറ പ്രാർത്ഥനയുടെ ആ ഭാഗത്ത് ആരാധനക്രമം യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം എന്ന 4-ാമത്തെ രഹസ്യം. പിന്നെ 5-ാമത്തെ രഹസ്യമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം. അപ്പോൾ ആ 2 രഹസ്യങ്ങളെയും എവിടെ ഈ ആരാധനക്രമം, ഈ സ്തോത്രയാഗം അല്ലെങ്കിൽ അനാഫറ പ്രാർത്ഥനയുടെ ഭാഗത്ത് ശുശ്രൂഷയിൽ അതിനെ ആ രഹസ്യത്തെ അനാവരണം ചെയ്യും. അതാണ് സീറോ മലങ്കര കുർബാനയിലൊക്കെ തിരുശീല അല്ലെ കാസയിലും ഒക്കെ ഇട്ട് അതിനെ ചുരുട്ടിക്കൂട്ടി തന്നെ അങ്ങോട്ട് എറിയണ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സീറോ മലങ്കര ബലിയർപ്പണത്തിൽ പങ്കുകൊണ്ടുണ്ടോ? ഈ ചുരുട്ടിക്കൂട്ടിയൊക്കെ എറിയണ ഒരു മാനേഴ്സ് ഇല്ലാത്ത നമ്മൾ പെട്ടെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എനിക്കറിവില്ലാത്ത കാലത്ത് അത് അങ്ങനെ ചെയ്യണേ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് മനസ്സിലായി? അതിൻ്റെ വേദഗ്രന്ഥ അടിസ്ഥാനം എന്താണ്? അതായത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഗുഹ അല്ലേ എന്താണ് യോഹന്നാനും പത്രോസും ഓടി. എന്നിട്ട് പത്രോസ് ഓടി അകത്ത് കയറി. അപ്പോൾ എന്താ കണ്ടത്? ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ടോ? ഇതൊക്കെ ആരാധനക്രമത്തിൽ അധിഷ്ഠിതമാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇത്? അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറോ മലങ്കര. അപ്പോൾ ഇതുണ്ട്, സീറോ മലബാറിലുണ്ട്. അതവിടെ മാറ്റി വയ്ക്കും, അത് മൂടി വയ്ക്കുന്നത്. ഇതൊക്കെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലത്തീൻ ആരാധനക്രമത്തിൽ സ്തോത്രയാഗ പ്രാർത്ഥന അവിടെ ആ ഭാഗത്ത് വന്നിട്ട് എന്താണ് എല്ലാ വിശ്വാസി സഭ മുഴുവനും വേണ്ടി മാത്രമല്ല ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥമൊക്കെ വഹിച്ചതിന് ശേഷം പിന്നെ പറയണൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ എന്ന ആ പ്രാർത്ഥനാ വചസ്സുകൾ പുരോഹിതൻ ഉദ്ഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ സ്വർഗ ആരോഹണം എന്താണ്? യേശുവിൻ്റെ സ്വർഗ ആരോഹണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് ആരോഹണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കയറുക അല്ലേ? കയറുക എന്നുള്ള അർത്ഥമാണ്. അപ്പം അത് സ്വർഗ ആരോഹണം. അപ്പം 663 എന്ന് പറഞ്ഞ ആ ഒരു ഈ സ്വർഗാരോഹണം യേശുക്രിസ്തു പിതാവിൻ്റെ സ്വർഗാരോഹണം ചെയ്തതിലൂടെയാണല്ലോ യേശുക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കണേ. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അതൊരു 663 ഭാഗം കൊടുത്തേ CCCയിൽ. CCCയുടെ ആ ഗണികയിലെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് ഒന്ന് നമുക്ക് നോക്കാം. അപ്പം സ്വർഗ ആരോഹണം, അതായത് യേശു അവൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സ്വർഗാരോഹണത്തിലൂടെ അവിടെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ആയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ വായിക്കാൻ പോവാണ്. 663. ഇപ്പോൾ മുതൽ ക്രിസ്തു പിതാവിൻ്റെ വലത്തു ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. എപ്പോൾ മുതൽ? ഈ സ്വർഗാരോഹണം ചെയ്തതിലൂടെയാണല്ലോ. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എന്നതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് കണ്ടോ? പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എന്നതുകൊണ്ട് നമ്മൾ ഏതാണ്ട് വിചാരിച്ചിരിക്കുന്ന ഒരു കസേരയിട്ട് ഒരു ചെയറൊക്കെ ഇട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഒരു ചിത്രങ്ങൾ വരെ കണ്ടിരിക്കണേ. അതൊക്കെ തെറ്റാണെന്ന്, അതൊക്കെ നമുക്ക് ഒന്ന് ഗ്രഹിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടുള്ള ശില്പകലകളാണ്. അല്ലാതെ നമ്മ എങ്ങനെ ഗ്രഹിക്കും ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ? അപ്പോൾ ഇപ്പോൾ മുതൽ ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്വത്തിൻ്റെ ബഹുമാനവും മഹത്വവുമാണ്. എന്താണ്? അപ്പോൾ അതൊരു നമ്മളൊരു നമ്മളൊരു ഭൂമിപരമായിട്ടുള്ളൊരു ചിന്തയിലല്ല ചിന്തിക്കേണ്ടത്. എങ്ങനെ ചിന്തിക്കണമെന്ന്? അത് ബഹുമാനവും മഹത്വവുമാണെന്ന്. അപ്പം ഇവിടെയൊക്കെ നമ്മുടെ ഇത്ര നാൾ നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഒരു ചിന്തക്ക് പുറത്തേക്ക് പോകുന്നില്ലേ കാര്യങ്ങൾ? പോകുന്നുണ്ടോ ഇല്ലയോ? അപ്പം ഇവിടെ നമുക്ക് ഒരു തെറ്റിദ്ധാരണ പറഞ്ഞുണ്ടോ ഇല്ലയോ? വരും അല്ലേ? എന്താ അങ്ങനെ? ഇപ്പോൾ സ്വർഗം ഒരു സ്ഥലമല്ല, കണ്ടോ? സ്വർഗം ഒരു സ്ഥലമല്ല എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. നരകം ഒരു സ്ഥലമല്ല. അപ്പം നമ്മൾ കേട്ടേക്കണം. യേശു തന്നെ പറഞ്ഞല്ലോ, സ്വർഗം നിങ്ങളെ ഞാൻ
കൂട്ടിക്കൊണ്ടു പോകും, ഞാനൊരു സ്ഥലം ഒരുക്കും, എന്നിട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോകും എന്നൊക്കെ. അപ്പം അതെന്താ? അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങളും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും പോയി പഠിക്കണം. മനസ്സിലായി? അപ്പോൾ ഈ സ്വർഗം ഒരു സ്ഥലമല്ല എന്ന് പറഞ്ഞത് വിശുദ്ധ കുർബാന വരാനിരിക്കുന്ന രാജ്യത്തിൻ്റെ ആ വാക്കെന്ന് പറഞ്ഞ വരാനിരിക്കുന്ന രാജ്യത്തിൻ്റെ മുന്നാസ്വാദനമാണെന്ന് നമ്മൾ ഇത്തിരി മുമ്പ് വായിച്ചോളൂ. മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സ്വർഗത്തിലാണോ? ആണോ? എന്നെ സംബന്ധിച്ച് എനിക്ക് ആ അനുഭവമാണ്, സ്വർഗത്തിൻ്റെ അനുഭവമാണ് എനിക്കിപ്പോൾ മരിച്ചാൽ ഇപ്പോൾ സന്തോഷമാണ്. മനസ്സിലായി? എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല മരിക്കാൻ. മനസ്സിലായി? പക്ഷേ ഞാനിപ്പോൾ ഒന്നും മരിക്കില്ല, അത് വേറെ കാര്യം. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളും ഉദ്ദേശിച്ച് ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ പക്ഷേ നമുക്കൊരു പേടിയില്ല. മനസ്സിലായോ? ഒരു പേടിയില്ല. അയ്യോ എന്ത് ചെയ്യാ, ഒരു ഇതില്ല നമുക്ക്.